ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖാണല്ലോ അല്ലെ? ഞാന് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. ഒരു മൂഡും ഇല്ല ഒരു റെസിപ്പി ഇടാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷമായിട്ട് ഒരു കാര്യം പറയാനോ ഒന്നിനും ഒരു ഇതില്ലാത്ത പോലെ ഒരു ഫീലിംഗ്. എന്താ വെച്ചാ വീട്ടിലേക്ക് വിളിച്ച സമയത്ത് അച്ഛനും അമ്മയും ഇന്നലെ എനിക്ക് കിട്ടിയതേ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര നേരം ഞാൻ ട്രൈ ചെയ്തു എന്നറിയോ. എനിക്ക് പിന്നെ ബേജാറാവാൻ തുടങ്ങി. ഞാനാണെങ്കിൽ രണ്ടു നേരം വിളിക്കണതാണ്. ഇപ്പൊ വയ്യാണ്ടും കൂടി ആയ സ്ഥിതിക്ക് രണ്ടു നേരം വിളിക്കണതാണ്. അപ്പോ കണ്ടില്ല. അവരുടെ രണ്ടുപേരെയും ഞാൻ മാറി മാറി വിളിക്കുന്നുണ്ട്. പിന്നെ വീട്ടില് ലാൻഡ് ലൈൻ ഇല്ല. അതുകൊണ്ട് രണ്ടുപേരും മാറി മാറി വിളിച്ചിട്ടും എനിക്ക് അവരെ കിട്ടില്ല എന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായി. പിന്നെ ഞാൻ ഒരുവിധം എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂറോളം ഞാൻ അടുപ്പിച്ച് ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നുണ്ട്, ട്രൈ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. എനിക്ക് രണ്ടുപേരെയും കിട്ടിയില്ല. ഒടുവിലാണ് എനിക്ക് ലൈന് കിട്ടിയത്. പിന്നെ ഞാനിങ്ങനെ മനസ്സിനുള്ളിൽ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇൻ കേസ് ഇപ്പൊ കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആരെ വിളിക്കും, ഞാൻ ആരുടെ അടുത്ത് പറയണം. അപ്പൊ എന്റെ മനസ്സിന്റെ ഉള്ളിൽ കാൽക്കുലേഷൻസ് മുഴുവൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ലൈക്ക് യുനോ, ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എല്ലാ കൊല്ലവും നമ്മൾ നേരിടേണ്ടത് തന്നെയാണ്. പക്ഷെ എന്നാൽ കൂടിയിട്ട് ഓരോ പ്രാവശ്യവും അതിന് ഇമ്പാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമയത്തും ഓരോ പോലെയാണ് വരുന്നത്. ഈ പറയുന്ന സമയങ്ങളിൽ ഞാനും ഇപ്പൊ മനുവിന് ഈ ഒരു ഇന്റേൺഷിപ്പ് ഇല്ലായിരുന്നു എങ്കിൽ ഇപ്പൊ ഞാനും നാട്ടിൽ തന്നെ ആയിരുന്നുണ്ടാവും. സോ എല്ലാവരും സേഫ് ആയിട്ടാണ്. എന്റെ കുടുംബം സേഫ് ആണല്ലോ എന്ന് എനിക്കൊന്ന് അറിയാനൊരു എല്ലാവരും സേഫ് ആണല്ലോ അല്ലെ, എന്താണ് നിങ്ങൾ എല്ലാവരും ഓക്കെ അല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് വീഡിയോയുടെ താഴെ പറയുക. എന്ന് വെച്ചാൽ ആ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ചോദിക്കണത്. എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കണു, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കണു. അതാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് നമ്മളിവിടെ ഉള്ളിടത്തോളം നമ്മൾ എന്താണോ നമ്മുടെ ജോലി, നമ്മുടെ കാര്യങ്ങൾ അത് മുടങ്ങാതെ നമുക്ക് ചെയ്തു പോയിക്കൊണ്ടിരിക്കണം. അതല്ലാതെ നമുക്ക് ഒരു കാര്യം തന്നെ വിചാരിച്ചിട്ട് നമുക്ക് ഇരുന്നുകൊണ്ടിരിക്കാൻ പറ്റില്ല. സോ അങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ ബാക്ക് ഓഫ് ദ മൈൻഡ് എപ്പോഴും നമുക്ക് ആ ഒരു ഫീലിംഗ് ആണ്, അവിടെ എന്തായി അവിടെ എന്തായി അവിടെ എന്തായി എന്ന്. അച്ഛ പറയണ്ടായിരുന്നു, ഇന്നലെ വിളിച്ചപ്പോ അച്ഛ പറയണ്ടായിരുന്നു, പാലക്കാട് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മഴ പെയ്യുണ്ട് എന്നുള്ള രീതിയിലൊക്കെ. ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും പറയാതിരിക്കുകയാണ് എന്നുള്ള ഓരോ വീഡിയോസ് കാണുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ ആവുകയാണ്. ആ ഒരു രീതിയിലാണ്. അപ്പൊ എനിക്ക് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ഒരു റെസിപ്പി എഡിറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് സംസാരിക്കാനോ ഇല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അത് കാണിച്ചു തരാനോ ഒന്നിനും ഉള്ള ഒരു മാനസികാവസ്ഥയിലില്ല. അപ്പൊ ഇപ്പൊ നമ്മുടെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ സഹായിക്കുക, മാക്സിമം പറ്റുന്ന പോലെയൊക്കെ സഹായിക്കുക. ആ ഒരു റെസ്ക്യൂ ടീമിന് വേണ്ട സഹായങ്ങൾ പലതും നമ്മൾ ഇവിടുന്ന് വേണ്ട കാര്യങ്ങളൊക്കെ അറിയുന്ന രീതിയിലെല്ലാം ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കണമെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ബാക്കി നമുക്ക് എല്ലാം ശരിയായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കി കൊണ്ടുവരാം. പക്ഷെ ഇപ്പോ നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കണു എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നത്. അതുകൊണ്ട് ഈ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ഇടുക, എല്ലാവരും സേഫ് ആണല്ലോ അല്ലെ. അപ്പൊ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാരോടും എല്ലാവരോടും അത് മാത്രമേ ഞാൻ ചോദിക്കാറുള്ളൂ. ഒറ്റ കാര്യം ഞാൻ കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് ഞാൻ ചോദിക്കാറുള്ളൂ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അപ്പോ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കൂ കേട്ടോ. വേറെ ഒന്നും തന്നെ പറയാനില്ല. എന്താണ് നമുക്ക് പറ്റണ പോലെ എല്ലാവരെയും സഹായിച്ചും കൊണ്ട് എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോ നിങ്ങളുടെ എല്ലാവരുടെ കമന്റ്സും ഞാൻ വായിക്കുന്നുണ്ട് ആൻഡ് വായിക്കും. ഈ ഒരു വീഡിയോന്റെ താഴെ നിങ്ങൾ എല്ലാവരെയും ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ വന്ന് ചോദിക്കുകയാണ്, ലൈക്ക് എല്ലാവരും ഓക്കെ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോളൂ. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഈ ഒരു സംഭവം നമ്മൾ നേരിടും, നമ്മൾക്ക് കടന്നു പോവും. ഓക്കെ, സോ ആ ഒരു എന്താ പറയാ, നല്ലൊരു ദിവസത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ എവ്രിവൺ.